അത്തവർക്ക് എങ്ങനെ പുതിയൊരു അക്കൗണ്ട് എടുക്കാമെന്നും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു ലീഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പേജ് ആയിരിക്കും വരിക. അതിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും സർനെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പേര് കൊടുക്കുക. പേര് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കി അവിടെ കൊടുക്കുക. അത് സെറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാനാണ് വരുന്നത്. അവിടെ ഫീമെയിൽ ആയിട്ടുള്ളവർ ഫീമെയിൽ കൊടുക്കുക, മെയിൽ ആയിട്ടുള്ളവർ മെയിൽ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ മിക്കവാറും നിങ്ങൾ പുതിയ വാട്സപ്പ് നമ്പർ എടുത്തിട്ടുണ്ടാവും, ബിസിനസ് വാട്സപ്പ് എടുത്തിട്ടുണ്ടാവും. ആ നമ്പർ ആയിരിക്കും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്പർ, നിങ്ങളുടെ ബിസിനസ് വാട്സപ്പിൻ്റെ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. ആ പാസ്വേഡ് സേവ് ചെയ്യണമെന്നാണ് അവിടെ ചോദിക്കുന്നത്. സേവ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം സേവ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ സേവ് കൊടുക്കുക. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഐ എഗ്രി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കതവിടെ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫേസ്ബുക്കിൻ്റെ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ഐ ഡി ചേർക്കണമെങ്കിൽ മെയിൽ ഐ ഡി ചേർക്കാം. ഇനി ലാംഗ്വേജ് ഹിന്ദി മലയാളമാണ് വന്നിരിക്കുന്നത്. അതിൽ മലയാളം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ കൊടുത്ത നമ്പറിൽ വരുന്ന കോൺടാക്ട്സ്, ഈ നമ്പർ അറിയാവുന്ന കോൺടാക്ട്സിലുള്ളവരുടെ ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് വരും. അതായത് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പേജിലേക്കായിരിക്കും വരിക. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കാനുള്ള ഓപ്ഷനാണ്. ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അവിടെ, അതായത് ക്രിയേറ്റ് ചെയ്ത പുതിയ അക്കൗണ്ടോടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൊഫൈൽ ഇവിടെ പോയാൽ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കാം. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യാം. ബുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഇടാൻ മറക്കരുത്. ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സ്റ്റോറികളൊക്കെ ഇടാൻ പറ്റും. സ്റ്റോറീസിന് സോങ് ഒക്കെ വേണമെങ്കിൽ സോങ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ചുരുങ്ങിയതൊരു 4 സ്റ്റോറീസ് എങ്കിലും നിങ്ങൾ ഇടാം. നിങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ സ്റ്റോറീസ് എന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി വരുന്നത് നമ്മളൊരു പോസ്റ്റ് ഇടുക എന്നുള്ളതാണ്. നമുക്ക് പോസ്റ്റുകൾ ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഹോം പേജാണ്. ഹോം പേജിൽ നമ്മുടെ പ്രൊഫൈൽ ചിഹ്നം ഇവിടെ ഇങ്ങനെ കാണും, ഫ്രണ്ടിൽ തന്നെ. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഒരു പോസ്റ്റർ, ഈ ഒരു പോസ്റ്റർ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ പോസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ടാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ താഴെ കണ്ടില്ല ഒരു ആളുടെ ഒരു ചിഹ്നം ബ്ലൂ കളറിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആരെയൊക്കെയാണോ ടാഗ് ചെയ്യേണ്ടത് അവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുന്ന പോസ്റ്റ് അവരുടെ പ്രൊഫൈലിലേക്കും ഫസ്റ്റിൽ തന്നെ വന്ന് കിടക്കും. എന്നിട്ട് പോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റുകൾ ഇടാം. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീൽസുകൾ ഇടാൻ പറ്റും. നമുക്ക് റീൽസ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന
അതേ റീൽസ് നമുക്ക് ഫേസ്ബുക്കിലും റീൽസ് ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടോ റീൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വേറൊരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹാഷ്ടാഗുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫേമസ് ആയിട്ടില്ലെങ്കിൽ റീസെൻ്റ്ലി എല്ലാവരും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഹാഷ്ടാഗുകളൊക്കെ യൂസ് ചെയ്യാം. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹാഷ് ഇൻസ്റ്റഗ്രാം റീൽസ്, അതുപോലെ തന്നെ ഹാഷ് facebook.com ഫേസ്ബുക്കെന്നോ വർക്ക് ഫ്രം ഹോമെന്നോ ട്രെൻഡിങ് വീഡിയോന്നോ ഓൺലൈൻ ജോബെന്നോ ഫിനാൻഷ്യൽ ഫ്രീഡം അങ്ങനെയുള്ള ഒരുപാട് ഹാഷ്ടാഗുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ആഡ് AL ലേബൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഷെയർ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീൽ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് എങ്ങനെ നമുക്കൊരു പോസ്റ്റ് ഇടാമെന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്കിൽ നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഒരു ദിവസം ഒരു 5 പേർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു 2-3 പേരൊക്കെ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഡെയിലി ബേസിസിൽ ഇങ്ങനെ 5 പേരെ നമുക്ക് ഫ്രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2-3 പേരൊക്കെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുക. അതിന് നമുക്കിവിടെ സജഷൻസ് വരും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശരണ്യാന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ശരണ്യമാർ ഇങ്ങനെ വരും. അപ്പം നമുക്ക് അതിൽ ഒരാളെ എടുത്ത് നമുക്ക് ആഡ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു പേര് ആതിര എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ആതിരമാർ വരും. അപ്പം ആതിര തോമസ്, അല്ലെങ്കിൽ ആതിര KP, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ഫ്രണ്ട് കൊടുത്തിട്ടാൽ അവരുടെ ഇതിലേക്ക് എനിക്കിപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാണുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രണ്ട്സിനെ മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ആഡായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഏറ്റവും അറ്റത്ത് പോയിട്ട് നമുക്ക് പ്രൊഫൈൽ കാണാം കേട്ടോ. പ്രൊഫൈൽ നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീൽസും ഒക്കെ നമുക്കിതിൽ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഗ്രൂപ്പുകൾ ഒരുപാട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജോബ്സ് വയനാട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ ജോയിൻ അല്ലെങ്കിൽ ജസ്റ്റ് ജോയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ജോയിൻ ആകാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ നമ്മളിങ്ങനെ നോക്കുക എങ്ങനെയൊക്കെയാണ് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്, അതിൽ ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്, നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ഇടാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്. ഒന്നെങ്കിൽ ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ റൈറ്റ് സംതിങ് എന്ന് കണ്ടില്ലേ, അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തിടാം. നമ്മുടെ ജോബിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റും. ലേഡീസ് ഓൺലി, ഞാനിപ്പോൾ ഒരു പോസ്റ്റ് പോലെ ഇടാൻ പോവാണ്. ലേഡീസ് ഓൺലി.
കമൻറ്റ് യെസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ചില ഗ്രൂപ്പുകളിൽ നമുക്കിതുപോലെ പോസ്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ അഡ്മിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരത് ഈ ഒരു ഗ്രൂപ്പിലേക്ക് പബ്ലിക്കായിട്ട് കൊടുക്കത്തുള്ളൂ. അതല്ലാതെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും. അപ്പം ഓരോ ഗ്രൂപ്പുകളിൽ നമ്മൾ പോയി ജോയിൻ ആവാം. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ആവാൻ പറ്റും. അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ചെറിയ ചെറിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ കമൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നോട്ടിഫിക്കേഷനിൽ വരും, നമ്മുടെ ഇതിന് ഈ ഒരു പോസ്റ്റിന് കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ കമൻറ്റിൽ പോയിട്ട് നമുക്ക് ആ ഒരു കമൻറ്റിന് റിപ്ലൈ ഒക്കെ നമുക്കവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ. ഒരുപാട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പും അല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോയി നോക്കുക, ഗ്രൂപ്പുകളിലൊക്കെ പോയി നോക്കുക. നമുക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ എല്ലാവരും ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ലീഡ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും.